കർത്താവിന് നന്ദിയോടുകൂടെ സ്തോത്രം. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇന്ന് പകൽക്കാലവും ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാനിടയായതുകൊണ്ട് സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ച വിഷയം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 18-ാം വാക്യമാണ് ആധാരമായി നാം എടുത്തത്. യാക്കോബിൻ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റിയവൻ്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ ചില കാര്യങ്ങൾ ദൈവാത്മാവ് തന്നത് പറയുവാനായിടയായി. ശ്രദ്ധിക്കണേ, ഭൂമിയിൽ വിലപ്പെട്ട 3 പദ്ധതികൾ ദൈവത്തിനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവസഭയാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. സഭ ദൈവത്തിൻ്റെ മന്ദിരമാ, ദൈവത്തിൻ്റെ കൂടാരമാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആരാധനയ്ക്ക് കൂടി വന്ന ദൈവസന്നിധിയിൽ ആരാധന കഴിക്കുവാൻ മനോഹരമായ ക്രമീകരണം നമുക്കുണ്ട്. ഇവിടെ ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നെ ജനത്തോട് പറഞ്ഞിരിക്കുന്നതാ. ഞാൻ ദൈവജനം പുറപ്പെട്ടപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് ദൈവം പറയുന്നു, സ്തോത്രം, എനിക്ക് എൻ്റെ ജനത്തിൻ്റെ നടുവിൽ പാർക്കണം, വസിക്കണം. അതുകൊണ്ട് ഞാൻ തരുന്ന പ്ലാനിൻ പ്രകാരം ഒരു കൂടാരം ഉണ്ടാക്കണം. നിന്റെ പ്ലാനല്ല, എൻ്റെ പ്ലാനാ. പ്രൈസ് ദി ലോർഡ്. കാരണം എൻ്റെ പ്ലാനിൻ പ്രകാരം കൂടാരം ഉണ്ടാക്കണം. അതിനകത്ത് ഞാൻ എൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ വസിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം വസിച്ചു. ദൈവം അവരോടുകൂടെ പാർത്തു. ദൈവം അവരോട് ഇടപെട്ടു. ദൈവം അവരോട് സംസാരിച്ചു. ദൈവത്തിൻ്റെ തേജസ് അവർ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങോട്ട് വരുമ്പോൾ ശലോമോൻ ആലയം പണിതു. ദാവീദ് കൂട്ടം എല്ലാം റെഡിയാക്കി വെച്ചു. മകൻ പണിതു. പ്രൈസ് ദി ലോർഡ്. പണിത് അന്ന് പ്രതിഷ്ഠ നടന്നപ്പോൾ സ്തോത്രം, എത്രായിരം എണത്തിനെയായി യാഗം കഴിച്ചതെന്ന് തിരുവചനത്തിൽ നാം പഠിക്കുന്നുണ്ട്. ആ യാഗ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, സമർപ്പണ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ തേജസാലയത്തിനകത്തേക്ക് ഇറങ്ങി. പുരോഹിതന്മാർക്ക് നിന്ന് ശുശ്രൂഷിപ്പാൻ കഴിയാത്ത വണ്ണം ദൈവമഹിമ അവിടെ വെളിപ്പെട്ട് എല്ലാം കണ്ടു. സന്തോഷത്തോടെ ജനം തിന്നുകുടിച്ച് ഹല്ലേലൂയ ഭവനങ്ങളിലേക്ക് പോയി. രാത്രി പള്ളിമത്തയിൽ ഹല്ലേലൂയ ശലോമോൻ ഉറങ്ങാൻ കടന്നപ്പോൾ ദൈവം ഇടപെട്ടൊരു കാര്യം പറഞ്ഞു, കുഞ്ഞെ, പണിത ആലയം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു, ഇന്നത്തെ ആരാധനയും വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു കാര്യം, ഞാൻ തന്ന പ്രമാണത്തിൽ നിന്ന് നീയോ എൻ്റെ ജനമോ വ്യതിചലിച്ചാൽ ഇത് അല്ലെങ്കിൽ നിന്നയ്ക്കും പരിഹാസത്തിനും കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 78 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ സമയക്കുറവ് പോലും ആ വാക്യങ്ങൾ വായിപ്പിക്കാത്തത്. അവൻ ശീലോവിലെ തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരവും ഉപേക്ഷിപ്പാനായിടയായി. എന്താ കാരണം? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തിന് ദൈവം കൊടുത്ത പ്രമാണത്തിൽ നിന്ന് ആശ്ചര്യമായും ആത്മീയമായും അവർ പിന്മാറിപ്പോയപ്പോൾ ദൈവം അവരെ വിട്ടുപോകുവാനായിടയായി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒത്തിരി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഭയപ്പെടുകയും വേണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് അഭിഷക്തന്മാരിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമുക്ക് കാലാകാലങ്ങളിലായി വെളിപ്പെടുത്തി തന്ന സത്യത്തെ അറിഞ്ഞ് ഈ വചനം സത്യമെന്ന് മനസ്സിലാക്കി ഇത് മാർവോട് ചേർത്ത് വെക്കുവാൻ, ഇതിലെ ഉപദേശങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരം തന്നു. നമ്മുടെ തലമുറയ്ക്കത് പകർന്നു കൊടുക്കുവാൻ ഇന്നും ദൈവം നമുക്ക് കൃപ തരുന്നു. ഓരോ ആരാധനകളും കൂടിവരവുകളും നമ്മുടെ ശുദ്ധീകരണത്തിനും ദൈവത്തോട് അടുത്തുള്ള വാസത്തിനും നാം ഹല്ലേലൂയ കാരണമായി നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക, ഈ പ്രമാണത്തിൽ നിന്ന്, ഈ ദൈവകൃപയുടെ പരിജ്ഞാനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ, ഇത് പുറംകാലുകൊണ്ട് തട്ടിപ്പോകാതെ ദൈവസന്നിധിയിൽ ഭയത്തോടെ കർത്താവിനെ ആരാധിക്കുന്ന ഒരാത്മീയ അനുഭവത്തിലേക്ക് നാമും നമ്മുടെ തലമുറകളും നിലനിൽക്കേണ്ടതിനായി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിൽ അതിന് ഒത്തിരി ആലോചനകൾ ദൈവം തരുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വിഷയമാണ് പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, അതുകൊണ്ട് കേട്ടത് അധികം ഒഴുകിപ്പോകുന്ന സാഹചര്യം വന്നേക്കാം, വീണു പോകുന്ന സാഹചര്യം വന്നേക്കാം. പക്ഷേ അധിക ശ്രദ്ധയോടെ കരുതി അതിനെ മുറുകെ പിടിക്കുവാനായിടയാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയൊരു കൂടാരമാണ്. 2, ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാ, കൂടാരം. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, നമുക്കറിയാമല്ലോ. പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ
നമ്മളത് കൂടുതൽ വായിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സംസ്കാര ശുശ്രൂഷയിൽ അങ്ങനെയൊക്കെ വായിക്കുക. ഇത് ആ പുള്ളി കേൾക്കുന്നില്ല, അതിന് മുമ്പിലിരിക്കുന്ന പുള്ളികളും കേൾക്കുന്നില്ല, പിന്നെ വന്നിരിക്കുന്നവർ കേൾക്കുന്നുണ്ട്, വായിക്കുന്ന നമ്മളെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ. അതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ, ശ്രദ്ധിക്കണേ, ഇത് അഴിഞ്ഞു പോകുന്നതാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് ഒത്തിരി മേക്കപ്പ് ഒന്നും ചെയ്യാതിരിക്കുന്ന നല്ലത്. വൃത്തിയായിട്ട് നടക്കണം. സ്തോത്രം. ഹല്ലേലൂയ. വൃത്തിയായിട്ട് നടക്കുക. ഒത്തിരി മേക്കപ്പ് വരാതിരിക്കുന്നതാണ് നല്ലത്. ദൈവം നമ്മെ ഒന്ന് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, അതിനപ്പുറം ഒരപ്പ് നമുക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കണ്ണെഴുതി മുടി ചീകി, സ്തോത്രം, നല്ലപോലെ ഒരുങ്ങി ഒരാൾ കിളിവാതുക്കൾ നോക്കി, സ്തോത്രം, തേരോടിച്ചു വന്ന അഭിഷേകമുള്ളവന്, അവൻ അഭിഷേക തൈലം വീണിട്ടാ തേരോടിക്കാൻ കയറിയത്. പ്രൈസ് ദി ലോർഡ്. അവന് മനസ്സിലായി നോട്ട ശരിയല്ല. അവൻ ചോദിച്ചു, ആരുണ്ടവിടെ? ചണ്ടന്മാര് തല നീട്ടിയിട്ട് പറഞ്ഞു, ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇനി തള്ളിയിട്ടേക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രവചന നിവർത്തിയാത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്ര. ഭാഗത്തോട്ട് പോകുന്നില്ല. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ മണ്ണിൽ നിന്നെടുത്തിതിനെ. പ്രൈസ് ദി ലോർഡ്. മണ്ണിൽ നിന്നെടുത്തതാ ഇത് കേട്ടോ. ഇത് മണ്ണാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ നമ്മുടെ ഈ സെല്ലൊക്കെ തുറക്കാൻ പോകുന്ന സഹോദരന്മാരോട് ഇടയ്ക്ക് നിങ്ങളൊന്ന് കാണുമ്പോൾ രഹസ്യമായിട്ട് ചോദിക്കണം, അത് തുറന്നിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സ്തോത്രം. ഇന്നലെ കഴിഞ്ഞിടയ്ക്ക് ഒരാൾ പറഞ്ഞു, വർഷം തുറന്നപ്പോൾ ഏതാണ്ട് ഇച്ചിരി ആ പെട്ടിയുടെ പാകം, പിന്നെ ഏതാണ്ടൊരു കഷ്ണം കൂടെ കിടപ്പുണ്ടെന്ന്. ബാക്കിയെല്ലാം പോയെന്നേ. ഒറ്റക്കുപ്പി സ്പ്രേയാ. ചിലപ്പോൾ നല്ല അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഒരു നല്ല കുട്ടിക്കൂറ പോലും മേടിച്ച് കൊടുക്കാത്ത മക്കള് മരിച്ചു കഴിയുമ്പോൾ കോബ്രായുടെ സ്പ്രേ മേടിച്ചിട്ട് അടിക്കുക പെട്ടിക്കകത്ത്. സ്തോത്രം. ഇതെല്ലാം പോയി. ഇത് ഭൗമികമാ. മണ്ണിൽ നിന്നെടുത്തു. മണ്ണിനാൽ പരിപോഷിക്കപ്പെടുക. കപ്പയും ചേനയൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? മണ്ണിൽ നിന്നല്ലേ. ഗോതമ്പും യവോ എല്ലാം മണ്ണിൽ നിന്നെടുത്തു. മണ്ണിനാൽ പരിപോഷിക്കപ്പെടുക. പിന്നെ മണ്ണിനെ കുറിച്ചുള്ള ചിന്ത. 3, അതൊന്ന് ശ്രദ്ധിച്ചോണം. മണ്ണിനെ കുറിച്ചുള്ള ചിന്ത. താവേ, കൊച്ചിൻ്റെ കാര്യം എങ്ങനാ? മോനിപ്പോൾ +1 കയറി, ഇനി അവൻ്റെ അടുത്ത എങ്ങനാ? ഈ മണ്ണിനെ കുറിച്ചുള്ള ചിന്തയാ. വീടില്ലാത്തവർക്ക് വീട് വേണം. ചിന്ത, മണ്ണിനെ കുറിച്ചുള്ള ചിന്ത. അവസാനം മണ്ണിലേക്ക് ചേരുകയാണ്. പ്രൈസ് ദി ലോർഡ്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം. പൗലോസ് ആ ഭാഗത്തുനിന്ന് നിന്ന് പ്രസംഗിക്കേണ്ട, പറഞ്ഞ് ഞാൻ വിടട്ടെ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം എന്ന് പറയുമ്പോൾ അടുത്തത് ഞങ്ങൾക്ക് ഉയരത്തിലുള്ളത് എന്തുവാ? കൈപ്പണിയല്ലാത്തതും ദൈവം അടിസ്ഥാനമിട്ട ഒരു കെട്ടിടം ഞങ്ങൾക്കുണ്ട്. കൂടാരമല്ല മുകളിലുള്ളത്, കെട്ടിടമാണ് മുകളിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് നമ്മുടെ പിതാക്കന്മാർ കാഴ്ചപ്പാട് പ്രാപിച്ചു. സ്തോത്രം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് പറഞ്ഞു പോയി. അബ്രഹാം 18-ാം അധ്യായം കൂടാര വാതുക്കൽ നിൽക്കുക. വാതുക്കൽ നിന്നവന്റെ മുമ്പിൽ ദൈവവും ദൈവദൂതന്മാരും വന്നു, അവരെ സൽക്കരിച്ചു. പിറ്റേ വർഷം അവന്റെ വാഗ്ദത്തത്തിന്റെ നിവർത്തി അവൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 19-ാം അധ്യായത്തിൽ പട്ടണവാതുക്കൽ സല്ലപിക്കുന്നവരുടെ കൂട്ടത്തിൽ സഹോദരപുത്രനായ ലോത്തിരിക്കുക. ദർശനമുള്ളവൻ കൂടാരവാതുക്കൽ നിൽക്കുമ്പോൾ നഷ്ടപ്പെട്ടവൻ പട്ടണവാതുക്കൽ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മുടെ പിതാക്കന്മാർ കൂടാരവാസികളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനമാത്ര നമ്മെ ശക്തമായ ആലോചന തരുന്നത്. ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല. നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. 11-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ ഹല്ലേലൂയ, വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടി, അബ്രഹാമിന്റെ കാര്യമാ, കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് അടുത്തത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ വാഗ്ദത്ത ഭവനത്തെ കാത്തുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. അഭ്യാസികളുണ്ട്. അന്നത്തെ ഏറ്റവും വലിയ ധനവാന. സ്തോത്രം. വിരുന്നുകാർ വന്നപ്പോൾ കൊടുത്ത ഭക്ഷണം എന്നാന്ന് പറയുമ്പോൾ ആ വീട്ടിലെ സാഹചര്യം നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 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 ആ അപ്പം കൊച്ചുങ്ങളോട് പറഞ്ഞ എന്നാന്നറിയാമോ? മോനോടും കൊച്ചുമോനോടും ഒക്കെ, ഇതെല്ലാം താൽക്കാലികമാണ് കേട്ടോടാ പിള്ളേരെ, ഇതിനപ്പുറമായിട്ടുള്ളതൊന്നുണ്ടെന്ന് നോക്കിക്കേ. അപ്പം പിള്ളേരെ സ്വർഗീയ ദർശനം കാണിച്ചു. സ്തോത്രം ചെയ്യാമോ? അപ്പൻ പിള്ളാരെ നിത്യത കാണിക്കുവാനായിടയായി. അപ്പൻ പിള്ളാർക്ക് നിത്യതയുടെ ദർശനം പകർന്നു കൊടുക്കുവാനായിടയായി. നമുക്കൊന്നും പറ്റിയില്ലെങ്കിലും ഇതെങ്കിലും പറ്റണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
എന്നിട്ട് ഇവർ പറഞ്ഞതെന്നാണ് അതിന്റെ താഴത്തെ ഖണ്ഡികയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ദൂരവേ നിന്നത് കണ്ടു, അഭിവന്ദിച്ചു. എന്നിട്ട് അപ്പനും മക്കളും എല്ലാം കൂടെ പറഞ്ഞെന്നാന്നറിയാമോ? ഇവിടെ ഞങ്ങൾ അന്യരും പരദേശികളും എന്നേറ്റു പറഞ്ഞ് അവർ വിശ്വാസത്താൽ മരിച്ചു. ഒന്ന് സ്തോത്രം ചെയ്താട്ട്. സ്വർഗീയ കൂടാരത്തെ കുറിച്ച് കാഴ്ച പ്രാപിക്കുന്ന ദൈവപൈതലേ, അത് കാണുമ്പോൾ ഇവിടെ ഉള്ളതെല്ലാം നിനക്ക് മിഥ്യയായി തോന്നും. ഇവിടെ ഉള്ളതെല്ലാം ക്ഷണികമായി തോന്നുവാനായിടയാകും. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ ദർശനം പ്രാപിച്ച ദൈവത്തിന്റെ ജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അകത്തും ശുദ്ധീകരണം, പുറത്തും ശുദ്ധീകരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം വിട്ട് അതൊക്കെ ഒത്തിരി സംസാരിക്കാൻ നീ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എടുക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കണം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇനിയും നമ്മുടെ ഭവനം ദൈവത്തിൻ്റെ കൂടാരമാകട്ടോ. പണ്ട് കുമ്പനാട്ട് തമ്പാറ സണ്ണിച്ചാൻ്റെ കടയിൽ കിട്ടുമായിരുന്നു ക്രിസ്തു ഈ വീടിൻ്റെ. പിന്നിപ്പം എല്ലാവർക്കും മനസ്സിലായി നായകൻ ക്രിസ്തുവല്ല. സ്തോത്രം. അതൊക്കെ മാറിയെന്ന് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ഇപ്പം അത് അടിച്ചിറക്കുന്നേ ഇല്ല. ഇപ്പം എന്തിനധികം പറയുന്ന വാക്യം വെക്കുന്നില്ലല്ലോ. മനോഹരമായി തേക്കിൻ്റെ തടി കൊണ്ട് പണിത കട്ടളയുടെ മേളിലോ അല്ലെങ്കിൽ നല്ലപോലെ പ്രൈസ് ദി ലോർഡ് എന്തുവാ ഈ മിനുസമിട്ട് പുട്ടിയൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ഭിത്തിക്കകത്ത് കൊണ്ട് എന്തിനാ വാക്യം വെക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇപ്പം വാക്യങ്ങളൊന്നുമില്ല വീടിനകത്ത്. സ്തോത്രം. എവിടെ കയറി ചെന്നാലും, ഏത് വിശ്വാസ വീട്ടിൽ കയറി ചെന്നാലും ആദ്യം കാണേണ്ടത് ഒരു ടീപ്പോയോ അലമാരയോ മുമ്പശത്തെ റൂമിലുണ്ടെങ്കിൽ അവിടെ ആദ്യം കാണേണ്ടത് വചനമാണ്. പിന്നെ എഴുതി വെച്ചത് കൊണ്ട് മാത്രമായില്ല, അതുപോലെ നാം ആയിത്തീരുകയും വേണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്ന് അല്ലെങ്കിൽ രണ്ട് കിളികൾ ഇരിക്കുന്ന മനോഹരമായ ഒരു ചിത്രത്തിൻ്റെ താഴെ യോശുവ അല്ലെ പറഞ്ഞ വാക്യം, ആത്മാവിൽ പറഞ്ഞ വചനം ആലേഖനം ചെയ്ത് വെച്ചിരിക്കുമ്പോൾ സന്ധ്യ കഴിഞ്ഞാൽ സ്തോത്രം വീണ പൂവ്, വീഴും മുമ്പേ കൊടിഞ്ഞു പോയ പൂവ്, മാനസപുത്രി, മറ്റേ പുത്രി എല്ലാം കൂടെ 6 മണിയാകുമ്പോൾ തൊട്ട് നിന്റെ വീടിനകത്ത് കയറി ഒഴവടിയരുത്. പ്രൈസ് ദി ലോർഡ്. ആവശ്യമില്ലാത്ത സകല കുട്ടിപ്പിശാചുകളെയും മാറ്റണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതെഴുതി വെച്ചതിൻ്റെ താഴെ തമ്പാറടിച്ച ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഗുജറാത്തിൽ ചെന്നോണ്ടേ സ്തോത്രം, എനിക്കത് വലിയ സന്തോഷമായിട്ട്. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് 8 മണിക്കാണ്. ഇപ്പം നേരത്തെ ഇരിക്കും. ഇന്നലെ ഇരുന്ന് 7:00, 7 തൊട്ട് 1 മണിക്കൂർ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഗുജറാത്തി ജിങ്ങളിന് അവിടെ ചെന്നപ്പോൾ സ്തോത്രം 6 കറക്റ്റ് 5:45 പിള്ളേരെല്ലാം കൂടെ റെഡിയാകുന്നു. സ്തോത്രം. ഞാൻ ചെന്നെന്ന് ഞാനൊന്ന് അല്പം വിശ്രമം. ഞാൻ നോക്കിയപ്പോൾ അവിടെ പാട്ട്, പിള്ളേരൊക്കെ കിടന്ന് പകലും ഉണ്ടാകും. നോക്കിയപ്പോൾ 6 കറക്റ്റ് 6 പാട്ട് കിട്ടും. ഞാൻ ചാടി എഴുന്നേറ്റ് ബൈബിൾ ഞാൻ ഓർത്തിന് ഈ പിള്ളേർക്ക് എന്തെങ്കിലും പഠിച്ചു കൊടുക്കാൻ. ഞാൻ ചോദിച്ചാൽ കുടുംബ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. 6 മണിയാകുമ്പോൾ എനിക്ക് സന്തോഷം തോന്നി. എന്നാ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവർ 5 മണിക്ക് മുമ്പോ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഇവന്മാർ രാവിലെ സുപ്രഭാതം എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങുന്നതിന് മുമ്പേ നീ ആത്മാവിൽ അന്യഭാഷയിൽ ആരാധിച്ചോണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അവിടെ സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ സന്ധ്യ ദീപം ഉണ്ടല്ലോ പരിപാടി, താഴെ അവിടെ ഇവിടെ എല്ലാം ഉണ്ടല്ലോ പരിപാടി. അവിടെ മണി അടിക്കുന്നതിന് മുമ്പ് ഇവിടെ ദൈവദാസനും കുടുംബം പിള്ളേരും കൂടി ഇരുന്ന് ആത്മാവിൽ ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ്. എനിക്കത് നല്ല കാര്യമായിട്ട് തോന്നി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പിന്നെ സന്ധ്യാപ്രാർത്ഥന കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത വീടുകൾ ചുരുക്കമാണ്. ഇല്ലാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. വീടിനകത്ത് നിന്റെ കൂടാരത്തിനകത്ത് അഭിഷേകത്തിന്റെ അഗ്നി കത്തട്ട് വചനത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 1-2 കാര്യം പറഞ്ഞ് എളുപ്പം നിർത്തുകയാണ്. യഹോവയുടെ കൂടാരം, അത് ശരീരമാണെങ്കിലും സഭയാണെങ്കിലും ആലയമാണെങ്കിലും അവിടെ ആരാ പാർക്കുന്നെന്ന് 15-ാം സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10 കൂട്ടം കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 10 എന്ന് പറഞ്ഞാൽ ഒത്തെന്ന. സ്തോത്രം, സ്തോത്രം. 10 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാപ്പാടമാ. ഇത് ധ്യാനിച്ചിട്ട് നാം എന്നെയും കൂടെ പ്രതി ചേർത്ത് പറയുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അങ്ങനെ ഒരു കൂടാരത്തിലാണോ പാർക്കുന്നത്? ദൈവമായിട്ടുള്ള സംസർഗത്തിൽ. പ്രൈസ് ദി ലോർഡ്. ആര് കൂടാണ് ദൈവം വസിക്കുന്നത്? എവിടെയാണ് ദൈവം ഇറങ്ങി വരുന്നത്? ദൈവ സാന്നിധ്യം എവിടെയാണ് വസിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച നാം എടുത്തു യോബിന്റെ പുസ്തകത്തിൽ നിന്ന് 5-ാം അധ്യായത്തിൽ നിന്ന് നിന്റെ കൂടാരം നിർഭയമെന്ന് നീ അറിയും, നിന്റെ പാർപ്പിടം നീ പരിശോധിക്കുമെന്നും കാണാതെ
ഇരിക്കില്ല. ഒന്ന് രണ്ട് കാര്യം പറയുന്ന നിർത്തട്ടെ. ഒന്ന്, ശരീരമാകുന്ന കൂടാരത്തിനകത്തെ ഭയം ദൈവം മാറ്റാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ശരീരമാകുന്ന കൂടാരത്തെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന ചില അണലുകളെ, അല്ലെങ്കിൽ കടലിൽ നിന്ന്, അന്തരിയ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും, ഹല്ലേലൂയ, ദ്വീപവാസികൾ മൾട്ടയിലുള്ളവർ പറഞ്ഞ എന്തുവാ, ഇവനൊരു കുലപാതകൻ തന്നെ, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതി ദേവി ജീവിച്ചിരിക്കുവാൻ ഇവനെ അനുവദിക്കുന്നില്ല. നീര് വെച്ച് വീഴുന്നത് കാണുവാൻ കാത്തിരുന്ന കണ്ണുകളുടെ മുമ്പിൽ ആത്മനിറവുള്ളവൻ, വചനത്തിന്റെ വെളിപ്പാടുള്ളവൻ, സ്വർഗീയ പിതാവിനെ, രക്ഷിതാവിനെ, വീണ്ടെടുപ്പുകാരനെ ആത്മാവിൽ മുഖതാവിൽ കണ്ടവൻ, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, പ്രൈസ് ദി ലോർഡ്, അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. സ്തോത്രം ചെയ്താട്ട്. ഇന്ന് പകല് നിന്റെ ശരീരത്തെ അകാരണമായി, നിന്റെ തലമുറയുടെ ശരീരത്തെ അകാരണമായി ബന്ധിക്കുവാൻ വ്യാപരിക്കുന്ന ചില ഇരുട്ടിൻ്റെ ശക്തികൾ, രോഗാത്മാവെന്നോ രോഗമെന്നോ പേര് പറഞ്ഞ് നിന്നോട്, നിന്റെ ശരീരത്തോട്, നിന്റെ അവയവങ്ങളോട്, നിന്റെ തലമുറകളോട് വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുവാൻ, കൊത്തി നീര് വെപ്പിക്കുവാനായി പോരാടി നിൽക്കുന്ന ചില ഇരുളിൻ്റെ വ്യാപാരങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്ന അഗ്നിയുണ്ട്. അഭിഷേകത്തിന്റെ അഗ്നിയുണ്ട്, പ്രാർത്ഥനയുടെ അഗ്നിയുണ്ട്, ആരാധനയുടെ അഗ്നിയുണ്ട്, വചനത്തിന്റെ വെളിപ്പാടുണ്ട്. അതിലേക്ക് ദൈവത്തിന്റെ ജനം കുടഞ്ഞു കളയട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ആ ജന്തുവിനെ കുടഞ്ഞു കളഞ്ഞു. ഒരു ദോഷവും ശരീരമാകുന്ന കൂടാരത്തെ വരിഞ്ഞു മുറുക്കുവാൻ. അണലി കൊത്തി ചത്തൊരവസാനമല്ല. ഹല്ലേലൂയ. പൗലോസേ, നിനക്ക് സ്തോത്രം, ആ മരണം ദൈവം എഴുതിയിട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അടുത്തത് എടുക്കണ്ട. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഏലാത്താഴ് വരെ ഗോലിയാത്ത്, ഹല്ലേലൂയ, ദൈവജനത്തിന് എതിരെ വെല്ലുവിളിക്കുക. ആരോഗ്യ ദടഗാത്രന്മാർ പലരും അവരുടെ കൂടാരത്തിനകത്ത് പോയി പതിയിരിക്കുമ്പോൾ, അഭിഷേകമുള്ളവൻ അവൻ ചെറിയ ബാലനാ, പവിഴ നിറമുള്ളവനാ. പ്രൈസ് ദി ലോർഡ്. അവൻ മുമ്പോട്ട് വന്നു. അവൻ സ്വയസിദ്ധമായി ഉപയോഗിക്കുന്ന അവൻ്റെ കരത്തിൽ ഒരായുധമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ കയറി വന്നപ്പോൾ ഗോലിയാത്ത് വിളിച്ചു പറഞ്ഞു, ഇങ്ങ് കയറി വാ, ഞാൻ നിന്നെ വെട്ടിനുറുക്കി ആകാശത്തിലെ പക്ഷികൾക്ക് ആകാരമായി കൊടുക്കുമെന്ന്. എന്തുകൊണ്ട്? എൻ്റെ വാളുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. സംഭവം നമുക്കറിയാം. മറയ്ക്കാത്ത ഭാഗം ദൈവം, ഹല്ലേലൂയ, ദാവീദിനെ കാണിച്ചു കൊടുത്തു. അവിടേക്ക് ദൈവത്തിൻ്റെ ബലമുള്ള കരം ബലഹീനമായ ആത്മനിറവുള്ളവൻ്റെ കരത്തിന്മേൽ വ്യാപരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുമ്പിൽ നിന്ന മല്ലൻ മലച്ചു വീഴുവാനായിടയായി. പ്രൈസ് ദി ലോർഡ്. അവൻ ചെയ്തത് ഗോലിയാത്തിന്റെ വാളൂരി ഗോലിയാത്തിന്റെ ശിരസ് ഛേദിച്ചു. ദൂത് ഏറ്റെടുത്താട്ട്, ഏതായുധം കൊണ്ട് നിന്നെ വെട്ടിനുറുക്കുമെന്ന് പറഞ്ഞു, അതേ ആയുധം നീ കരത്തിലെടുക്കാൻ പോകുകയാ. താഴോട്ട് വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ദാവീദോ ഗോലിയാത്തിന്റെ ആയുധവർഗം തൻ്റെ കൂടാരത്തിനകത്ത് കൊണ്ടുവന്നു. ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഈ സാധാരണ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എടുക്കുന്ന വിഷയങ്ങളാണ്. സ്തോത്രം അല്ലേ, ഇത് ഉപവാസ പ്രാർത്ഥനയാണ്. പക്ഷേ ഇന്ന് എനിക്കറിയത്തില്ല, ഈ പുറമേ നല്ല തണുപ്പാ, അതും അകത്തോട്ട് കയറിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പുറത്ത് എത്ര തണുപ്പാണെങ്കിലും അകത്താത്മാവിൽ കത്തിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവസഭയ്ക്കെതിരെ, ദൈവജനത്തിനെതിരെ, വാഗ്ദത്തങ്ങൾക്കെതിരെ, തലമുറയ്ക്കെതിരെ വർഷങ്ങളായി, നാളുകളായി ശത്രുവെടുത്ത് ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കുന്ന ചില ആയുധങ്ങളെ നീ ആത്മാവിൽ പിടിച്ചു വാങ്ങാൻ പോകുകയാ. നിന്റെ പ്രാർത്ഥന ചിലത് പിടിച്ചു വാങ്ങാൻ പോകുകയാ. നിന്റെ ആരാധന ചിലത് പിടിച്ചു വാങ്ങാൻ പോകുകയാ. ഹല്ലേലൂയ. നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ ആയുധം നീ പിടിച്ചു വാങ്ങി ശത്രുവിനെ നീ തകർക്കാൻ പോകുകയാ. അതുകൊണ്ടാണ് ഹല്ലേലൂയ സങ്കീർത്തനത്തിൽ 91 ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന, സിംഹത്തിന്റെ മേലും അണലിമേലും നീ ചവിട്ടും. പ്രൈസ് ദി ലോർഡ്. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നിന്റെ ബലഹീനമായ കാല് മെതിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. കാരണം ഞാൻ അവനോടുകൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ഭാഗം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 900 ഇരുമ്പ് രഥങ്ങളുമായിട്ട് സീസരെ ദൈവജനത്തിനെതിരെ പടനയിച്ചു. ദൈവജനത്തിന് അന്ന് ഇത്രയും വലിയ രഥങ്ങളും ആയുധങ്ങളും ഇല്ല. നമുക്ക് ന്യായാധിപന്മാരുടെ ഭരണത്തിന് കീഴിലാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.
സീസരെ പടമുറുകിയപ്പോൾ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി പടക്കളത്തിൽ ഇറങ്ങി. പടമുറങ്ങിയപ്പോൾ സീസരെ യായേലിൻ്റെ കൂടാരത്തിനകത്തേക്ക് ഓടിച്ചെന്ന് ചോദിച്ചു, എനിക്ക് ദാഹിക്കുന്നുണ്ട്, ഇച്ചിരി വെള്ളം. ഓടി വരുന്നത് കണ്ടപ്പോൾ ആത്മനിറവുള്ളവൾക്ക് മനസ്സിലായി. ദൈവാത്മാവ് പറഞ്ഞു കൊടുത്തു, ഇത് എൻ്റെ ജനത്തിൻ്റെ പ്രതിയോഗിയാണ്, നിൻ്റെ കരത്തിൽ ഞാൻ തന്നിരിക്കുക. വെള്ളം ചോദിച്ച ആൾക്ക് തുരുത്തിയിലെ പാല് കൊടുത്തു. പ്രൈസലോ, എനിക്ക് ഭയങ്കര ക്ഷീണം, ഭയത്തുമാ, ഉറങ്ങിക്കോളാൻ പറഞ്ഞു. പരവതാനിയിട്ട് അവനെ മൂടി. പ്രൈസലോ, ഗാഠനിദ്രയിലായിരുന്നപ്പോൾ ദൂത് മനസ്സിലാക്കണമേ, ദൈവത്തിൻ്റെ ആത്മാവ് യായേലിനോട് സംസാരിച്ചു. നിന്റെ ബലഹീനകരം കൊണ്ട് നിന്റെ കൂടാരം അടിച്ചതിന് ശേഷം അധികം വന്ന് മാറ്റിയിട്ടിരിക്കുന്ന കൂടാരക്കുറ്റി കരങ്ങളിൽ എടുക്കാൻ പറഞ്ഞു. ദൈവജനത്തിൻ്റെ പ്രതിയോഗിയുടെ ചെന്നിയിലത് അവൾ അത് അടിച്ചിറക്കുവാനായിടയായി. നിനക്കെതിരെ പട നയിച്ചതിനെ നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് തന്നെ ദൈവം കൊണ്ടുവരും. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്തുവാ? അല്ലെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ അതെവിടെ ഇട്ട് ചവിട്ടാനാ? വയനാട്ടിൽ പോയി അവിടെ അല്ലെങ്കിൽ മീനങ്ങാടി ജംഗ്ഷനിൽ നിന്ന് ചവിട്ടണമെന്നല്ലേ എന്നോട് ദൈവാത്മാ പറഞ്ഞിരിക്കുന്നത്? നിന്റെ പ്രാർത്ഥന മുറിക്കകത്തിരുന്ന് ചവിട്ടാം. പ്രൈസലോ, നീ ശുശ്രൂഷിക്കുന്നിടത്തുനിന്ന് ചവിട്ടാം. പ്രൈസലോ, സ്വത്രം സ്വത്രം. നിനക്കെതിരെ പട നയിച്ചതിനെ ദൈവം നിന്റെ കൂടാരത്തിനകത്ത് കൊണ്ടുവരാൻ പോകുകയാണ്. അതുകൊണ്ട് നിന്റെ കൂടാര ശുദ്ധമായിരിക്കണം, നിന്റെ കൂടാരം നിർമ്മലമായിരിക്കണം. നീതികേട് കൂടാരത്തിനകത്ത് കാണരുത്. നീതികേട് വെച്ചു വാകാൻ വിശേഷമായത് ശബദാർപ്പിതമായത് വിശേഷമെന്ന് കണ്ട് കൂടാരത്തിനകത്ത് കൊണ്ട് ഒളിച്ചു വെച്ചു. എന്നിട്ടും പുള്ളി യുദ്ധത്തിന് പോകുക. സ്തോത്രം. പ്രൈസലോ, തമ്പുരാന്റെ ദൃഷ്ടി കാണുവാനായിടയായി. ജനം തോൽക്കപ്പെട്ടപ്പോൾ ദൈവദാസൻ യോശുവ നെടുമ്പാട് വീണു. ദൈവത്തോട് ചോദിച്ച് എന്താ കാരണം? അത് ശബദാർപ്പിതം കൂടാരത്തിനകത്തിരുന്ന കരയാണ് പറഞ്ഞു. നമ്മുടെ കയ്യിലൊന്നും കാണരുത്. ദൈവത്തിനുള്ളത് നീ വിട്ടുകൊടുത്താട്ട് നിന്റെ കൂടാരം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കൂടാരം ശുദ്ധതയോടെ കാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.